പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അവഹേളിക്കുന്ന തരത്തിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കിയിരുന്ന പരസ്യങ്ങൾ കൽക്കട്ട ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഈ ബി.ജെ.പി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഇന്ന് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ചായ ജസ്റ്റിസുമാരെ ജെ.കെ. മഹേശ്വരിയും കെ.വി. വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ചായിരുന്നു ബി.ജെ.പിയുടെ ഹർജി പരിഗണിച്ചിരുന്നത്. കൽക്കട്ട ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ അടിയന്തരമായി നീക്കണമെന്നായിരുന്നു ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഈ പരസ്യം തങ്ങൾ കണ്ടിരുന്നുവെന്നും, അതായത് ബി.ജെ.പി പുറത്തിറക്കിയ പരസ്യം തങ്ങൾ കണ്ടിരുന്നുവെന്നും അതിൽ പ്രാഥമികമായി മറ്റൊരു പാർട്ടിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉള്ളതെന്നും സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. തങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. തുടർന്ന് ബി.ജെ.പിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ പരസ്യത്തിൽ ഉൾക്കൊള്ളിച്ചതെന്നതാണ്. പക്ഷേ എന്നിട്ടും കോടതി ഇക്കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി തയ്യാറായില്ല. തുടർന്ന് ഈ ഹർജിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തള്ളുമെന്ന സൂചന ഈ ബെഞ്ച് നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ബി.ജെ.പി ഈ ഹർജി പിൻവലിച്ചത്. അതായത് തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യങ്ങൾ സ്റ്റേ ചെയ്ത കൽക്കട്ട ഹൈക്കോടതി വിധിക്കെതിരായ തങ്ങളുടെ ഹർജി പിൻവലിക്കുന്നുവെന്ന് ബി.ജെ.പി സുപ്രീം കോടതിയെ അറിയിച്ചത്. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ, ബംഗാളിൽ ഉൾപ്പെടെ നടക്കാനിരിക്കെ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റത് കനത്ത തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.